സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേതടക്കം 3 ATM കൗണ്ടറുകളാണ് അടിമാലി ടൗണിൽ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപം ദേശീയപാതയോരത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. തൊട്ടടുത്തടുത്തായി 3 കൗണ്ടറുകൾ ഉണ്ടെങ്കിലും ഇവയൊന്നും പണമിടപാടുകാർക്ക് വേണ്ട വിധം പ്രയോജനം ചെയ്യുന്നില്ലെന്നാണ് ആക്ഷേപം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ അടച്ചിട്ട് മാസങ്ങളായി. പ്രവർത്തനമുള്ളതും ഇല്ലാത്തതും തുല്യമെന്ന രീതിയിലാണ് മറ്റ് 2 ബാങ്കുകളുടെയും ATMകളുടെ സ്ഥിതിയെന്ന് ഈ ഭാഗത്തുള്ള ATMകളെ ആശ്രയിക്കേണ്ടി വരുന്ന പണമിടപാടുകാർ പറയുന്നു. അടിമാലി പഞ്ചായത്തിനോട് ചേർന്നുള്ള 3 ബാങ്കുകളിലെ ATMകൾ പ്രവർത്തനം നിലച്ച മട്ടാണ്. SBIയുടെ ATM 6 മാസക്കാലമായി മെയിൻ്റനൻസ് വർക്കായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കേരള ബാങ്കിൻ്റെ ATM അതിലും പൈസയില്ല. അത് അടച്ചു പ്രവർത്തനം നിർത്തിയേക്കാണ്. ആകെ ഉള്ളത് കാനറ ബാങ്കാണ്. അതിനകത്ത് 10 പേര് കയറി പൈസ എടുത്താൽ ആ പൈസ തീർന്നില്ല. പിന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ ആളുകൾ നിരവധി നേരിടുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ATMൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പണമിടപാടുകൾക്കായി ATMയിൽ കയറുന്ന ഇടപാടുകാരെ ATM കൗണ്ടറുകൾ വലയ്ക്കുന്ന സ്ഥിതിയുണ്ട്. ചില സമയങ്ങളിൽ പണമുണ്ടാകാറില്ല. ഇതോടെ മറ്റൊരു ATM കൗണ്ടറിലെത്തണമെങ്കിൽ ആളുകൾ അധിക ദൂരം കാൽനടയായി സഞ്ചരിക്കുകയോ വാഹനം വിളിക്കുകയോ വേണം. സ്വകാര്യ ആശുപത്രി, പഞ്ചായത്ത്, മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ്, വിദേശമദ്യ വിൽപ്പനശാല ഇവയൊക്കെയും പ്രവർത്തിക്കുന്നത് പരാതികൾക്കിടവരുത്തിയിട്ടുള്ള ATM കൗണ്ടറുകളുടെ ഭാഗത്താണ്. ഈ ATM കൗണ്ടറുകളെ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതൽ എന്നിരിക്കെ കൗണ്ടറുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.